നടക്കുന്നത് വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. ഹലോ ഗൈസ്, അപ്പം നിങ്ങൾ തമ്പനെയിലും ടൈറ്റിലും കണ്ടാവില്ല എങ്ങനെയാണ് ഈ ലൈൻ പ്രൊവൈറ്റഡ് ഏകദേശം അതേപോലെ ഇരിക്കണ ലോഗോ ആൻഡ്രോയിഡിൽ ഉണ്ടാക്കിയെടുക്കുകയെന്ന്. നിങ്ങളാദ്യം കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യുക, കുറച്ച് ബാക്ക് അടിക്കുക, അതിനുശേഷം നിങ്ങളുടെ ലോഗോ എടുക്കുക. നിങ്ങൾക്കൊരു ലോഗോ കാണുമല്ലോ, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ലോഗോ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോസിൽ പോയിട്ട് ഞാൻ എൻ്റെ ഇതാണ് എടുക്കുന്നത്, അത് എടുക്കുക, ബാക്ക് അടിക്കുക. ശേഷം ആ ഫോട്ടോയിൽ ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ശേഷം കറക്റ്റ് അവിടെ 3 ഡോട്ട് നിങ്ങൾക്ക് കാണാം, അവിടെ കറക്റ്റ് ലൈൻ വെക്കുക. എന്നിട്ട് ഒരു വൈറ്റ് തിങ്ങ് നടുക്ക് വരും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങളിവിടെ 3D ട്രാൻസിഷൻസ് കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സൈഡിൽ 3D ഫ്ലിപ്പ് കാണും, അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ 3D ഫ്ലിപ്പായിട്ട് നിങ്ങൾക്ക് ആ ഭാഗത്ത് നിങ്ങൾ കാണാം. ശേഷം ഇതങ്ങ് സേവ് ചെയ്തൊക്കെ ഫുൾ ക്വാളിറ്റിയിൽ, അതൊന്നും നോക്കണ്ട. സേവ് ആസ് വീഡിയോ. ഇത് സേവ് ആവണൊക്കെ നമ്മൾ ലൈക്ക് ചെയ്യാത്തവരിലേക്ക് സബ് ചെയ്യാത്തൊരു സബ് ഒന്ന് ചെയ്യുക ഗൈസ്. ഓക്കെ, ശരി, സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് സബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക ഗൈസ്. ആ കമൻറ്റിലുള്ളൊരു കാര്യം ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. ആരുടെയൊക്കെ ഇൻട്രോ എങ്ങനത്തെ ലോഗോയൊക്കെ വേണ്ടത് നിങ്ങളൊന്ന് ഇടുകയാണെങ്കിൽ ജസ്റ്റ് ആ ക്രിയേറ്റ് ചെയ്യണ എൻ്റെ ഒരു സിമ്പിൾ വീഡിയോ ഞാൻ ഇട്ടേക്കാം. അങ്ങനെ PC ഹൈ ക്വാളിറ്റിയിലുള്ള ഇൻട്രോ ഒന്നും പറയില്ല, അല്ലാണ്ടുള്ള ഒരു കുഞ്ഞിറക്കെ ആണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ഒരു വീഡിയോ ഇടാം. ഓക്കെ, ഇത് കറക്റ്റായിട്ടൊരു ബ്ലാക്ക് ഫ്രെയിം അവിടെ ആഡ് ചെയ്യുക. ഒരു വലിച്ച് 4-5 സെക്കൻഡ് വെച്ചിട്ട് ലെയറിൽ പോയിട്ട് മീഡിയ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആ നേരത്തെ ചെയ്ത് വെച്ചാൽ വീഡിയോ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ 3D ഫ്ലിപ്പ് വരുന്നതാണ്, ബട്ട് അത്രയ്ക്ക് ഓക്കെ ആയിരിക്കില്ല, അതുകൊണ്ട് ആ ലോഗോയിലും നാടെയും ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങളിവിടെ താഴെ കുറച്ച് നിങ്ങൾക്ക് ബ്ലെൻഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിലും ക്ലിക്ക് ചെയ്യുക. പക്ഷെ കുറച്ച് താഴെ പോകുമ്പോൾ നിങ്ങൾ സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിന് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുത്തേക്കുക, സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, സ്ക്രീൻ എനേബിൾ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ബാക്ക് വന്നിട്ട് നോക്കുമ്പോൾ നല്ല പക്കയായിട്ടിരിക്കണ്ടായിരിക്കും അത്. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്യുകയാണ്. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ ഇത് അങ്ങ് മറ്റേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. പക്ഷെ നിങ്ങൾ ഒന്ന് ഒരു പകുതി റൊട്ടേഷൻ, ഇത്ര റൊട്ടേഷൻ ആകുമ്പോൾ നിങ്ങൾ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് അതിന് ശേഷം ഒരു കീ ഫ്രെയിം നിങ്ങൾ അവിടെ ആഡ് ചെയ്യുക. ഓക്കെ, ഒരു കീ ഫ്രെയിം അങ്ങ് ആഡ് ചെയ്തേക്കുക. കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ സൂമാക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ അത്യാവശ്യം സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബ്ലാക്കിൽ ആ ഫോട്ടോ ഒന്നോടെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം വേറൊരു കീ ഫ്രെയിം അവിടെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് വയ്ക്കുക. തിരിച്ച് ജസ്റ്റ് ഒന്ന് വയ്ക്കുക. അതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് വെക്കുക. ഓക്കെ, കറക്റ്റ് വരണ്ട്. അതിന് ശേഷം നിങ്ങൾ വീണ്ടും ഇത് തന്നെ ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ട്രൈ ചെയ്തേക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട അത്ര രീതിയിൽ നിങ്ങൾ ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ചോയ്സ് തന്നെയാണ്. ഓക്കെ, ഇപ്പം എൻ്റെ ഇങ്ങനെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ ഇത് റൊട്ടേറ്റ് ആവുന്നതിൻ്റെ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക ഗൈസ്. ഓക്കെ, അതിന് ശേഷം അത് സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പ്രൊജക്റ്റ് എടുക്കുക, അത് തന്നെ വീണ്ടും ഒന്ന് എടുക്കുക. അതിന് ശേഷം നിങ്ങൾ വേറെ ഒരു ലോഗോ അവിടെ ആഡ് ചെയ്യുക. പക്ഷെ അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ ഒന്ന് ലോക്ക് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഇതെടുക്കുക, മറ്റേ സ്ട്രോക്ക് ഉണ്ടല്ലോ, സ്ട്രോക്ക് മാത്രമുള്ള എടുത്തതിന് ശേഷം ആ ലോഗോയുടെ കറക്റ്റ് അവിടെ ഇട്ട് വയ്ക്കുക. കറക്റ്റ് ആ ലോഗോ നിൽക്കണ രീതിക്ക് വയ്ക്കുക കേട്ടോ ഗൈസ്. ഓക്കെ, അങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ കറക്റ്റ് അതിൻ്റെ അകത്ത് വെക്കണം.
കറക്റ്റെന്ന് ചോദിച്ച് തെറ്റും വരാൻ പാടില്ല. കറക്റ്റ് അതിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ ഇൻ അനിമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ട്രോക്കിൻ്റെ അവിടെ ആ സ്ട്രോക്ക് നിങ്ങൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാണ്. ഇൻ അനിമേഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ഇവിടെ താഴെ പോകുമ്പോൾ വൈപ്പ് അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ വൈപ്പ് അപ്പ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെല്ലാവർക്കും ബൈ ബൈ ഗൈസ്. പിന്നെ ഇതാണ് എൻ്റെ പ്രിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ബൈ ബൈ.